സുഭാഷിതം. ജലത്തെ ജീവാമൃതം, ദ എലക്സിർ ഓഫ് ലൈഫ് എന്ന് വിളിച്ചത് നോബൽ സമ്മാന ജേതാവായ CV രാമനാണ്. സർവ്വ ജീവജാലങ്ങളുടെയും ഈ ഭൂമിയുടെയും നിലനിൽപ്പിന് ആധാരം വെള്ളമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഗ്രഹമായ ഭൂമിയെ ബ്ലൂ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത്. സർവ്വ ആവാസ വ്യവസ്ഥകളെയും രൂപപ്പെടുത്തിയിരിക്കുന്നത് ജലമാണ്. ഭൂമിയുടെ ചരിത്രം തന്നെ ജലം നിർമ്മിച്ചതാണ്. തിളച്ചു മറിഞ്ഞുകൊണ്ടിരുന്ന ഭൂഗോളത്തെ തണുപ്പിച്ചത് നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന മഴയാണ്. ആ കാലത്തെ ഹേഡിയൻ യുഗമെന്നാണ് വിളിക്കുന്നത്. മഴ പുഴകളായി, മഹാസമുദ്രങ്ങളായി, ജലാശയങ്ങളായി മാറി. നീർത്തടങ്ങളും കുന്നുകളും മലകളും ഫലഭൂയിഷ്ഠമായ ഭൂപ്രദേശങ്ങളും ഉണ്ടായി. ഭൂമിയുടെ 70% ജലം മൂടപ്പെട്ട് കിടക്കുമ്പോഴും മനുഷ്യന് ഉപയോഗപ്രദമായ ജലസമ്പത്ത് 1% മാത്രം. സംസ്കാരങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളുമൊക്കെ അതാതിടങ്ങളിലെ ജലസമ്പത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്ക് പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് ജലം. പുരാതന ഗ്രീസിലും ജപ്പാനിലും ചൈനയിലും ഇതിന് സമാനമായ വിശ്വാസങ്ങളുണ്ട്. ഗ്രീക്കുകാരുടെ എപ്പിഫാനി ഉത്സവത്തിൽ അവർ നദികളെയും ജലാശയങ്ങളെയും ആശീർവദിച്ച് കുരിശുരൂപങ്ങൾ ജലത്തിൽ ഒഴുക്കുന്നു. ആളുകൾ ആ കുരിശുകൾ പവിത്രമെന്ന് വിശ്വസിച്ച് മുങ്ങിയെടുത്ത് വീടുകളിൽ സൂക്ഷിക്കുന്നു. നമ്മുടെ നാട്ടിലെ പമ്പ വിളക്കും ഗംഗാ ആരതിയും ഒക്കെ ജലപൂജകളാണല്ലോ. പ്രസിദ്ധമായ പ്രാചീന സംസ്കാരങ്ങളെല്ലാം രൂപപ്പെട്ടത് നദീതടങ്ങളിലാണ്. സിന്ധു നദീതടത്തിൽ രൂപപ്പെട്ട ഹരപ്പ, മോഹൻജൊദാരോ സംസ്കാരം, ടൈഗ്രീസ് നദീതടത്ത് വളർന്ന മെസൊപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ, നൈൽ നദി സൃഷ്ടിച്ചെടുത്ത ഈജിപ്തിന്റെ സവിശേഷമായ സംസ്കാരം, യാങ്ട്രിസ് നദീതീരത്ത് പിറവികൊണ്ട പ്രസിദ്ധമായ ചൈനീസ് പാരമ്പര്യം, അവ അങ്ങനെ നീണ്ടുപോകുന്നു. നമ്മുടെ ആദ്യകാല ഹൈവേകളൊക്കെ നദികളും കടലുകളുമായിരുന്നല്ലോ. ജലതർപ്പണം, പൂർണ്ണകുംഭം, ചിതാഭസ്മം ജലത്തിലൊഴുക്കൽ, നിമഞ്ജനം, ക്രിസ്തീയ സമുദായത്തിലെ മാമോദിസ, മുസ്ലിം വിശ്വാസികളുടെ പവിത്രമായ മക്കയിലെ സംസം കിണറിലെ വെള്ളം, അങ്ങനെ വിശ്വാസവും ജലവും ചേർന്ന് തന്നെ നിൽക്കുന്നു. ഇന്ന് ജലസംരക്ഷണവും പരിപാലനവും നമുക്ക് ശീലമാക്കേണ്ടിയിരിക്കുന്നു. അതിന് പ്രത്യേക നിയമങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അത് കൃത്യമായി പാലിച്ചാൽ 44 നദികളും 8 മാസം മഴയുമുള്ള കേരളത്തിൽ ഒരിക്കലും ജലക്ഷാമം ഉണ്ടാവില്ല. ഈ സമയത്ത് ഇന്ത്യയുടെ വാട്ടർമാനായ രാജേന്ദ്ര സിംഗിനെ ബഹുമാനത്തോടെ ഓർക്കുന്നു. താർ മരുഭൂമിയുടെ ഓരത്ത് കിടക്കുന്ന വരണ്ട രാജസ്ഥാൻ ഗ്രാമങ്ങളെ മഴസംഭരണികൾ നിർമ്മിച്ചു, ചെക്ക് ഡാമുകൾ തീർത്തും അദ്ദേഹം ജലസമൃദ്ധമാക്കി. സ്റ്റോക്ക്ഹോം വാട്ടർ നോബൽ പ്രൈസും മാഗ്സസെ അവാർഡും അദ്ദേഹത്തെ തേടിയെത്തി. നമ്മുടെ സാഹിത്യത്തിൽ പുഴകളും ജലവും നിറസാന്നിധ്യമാണ്. MDയും ആലങ്കോട് ലീലാകൃഷ്ണനും P. കുഞ്ഞിരാമൻ നായരുമൊക്കെ ഭാരതപ്പുഴയെ എഴുത്തിൽ ചേർത്തപ്പോൾ ബുക്കർ പ്രൈസ് കിട്ടിയ അരുന്ധതി റോയ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സിലൂടെ മീനച്ചിലാറിനെ ലോകപ്രസിദ്ധമാക്കി. ആലപ്പുഴയിലെയും പരിസരത്തെയും കടലോര ജീവിതമായിരുന്നു തകഴിക്ക് പ്രിയങ്കരം. ജലത്തിനും ജീവനും പച്ചപ്പിനും വേണ്ടി സാറ ജോസഫ് ആദി എന്ന നോവൽ എഴുതി. കരമനയാർ സ്വാതി തിരുനാളിനെയും ഇരയിമൻ തമ്പിയെയും സ്വാധീനിച്ചു. ബോർലോയും ക്ലാർക്കും ചേർന്ന് എഴുതിയ ബ്ലൂ ഗോൾഡ് എന്ന പുസ്തകം ചില സത്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ജലം അപൂർവ വസ്തുവായി മാറുകയാണെന്നും ഇനി ഒരു മഹായുദ്ധമുണ്ടായാൽ അത് ഈ ജലസമ്പത്തിനു വേണ്ടിയുള്ളതാവുമെന്നും അവർ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെയാവാതിരിക്കാൻ നമുക്ക് ജാഗ്രത പുലർത്താം. ജീവാമൃതമായ ജലത്തെ ശ്രദ്ധയോടെ സംരക്ഷിക്കാം, കരുതലോടെ ഉപയോഗിക്കാം. ശുഭദിനം. സുഭാഷിതം. അവതരിപ്പിച്ചത് ഷേർലി സോമസുന്ദരൻ.